ഏറ്റവും പുതിയ വാർത്ത, സംസ്ഥാനത്ത് പുതിയ മദ്യനയം വൈകുമെന്നുള്ളതാണ്. മദ്യനയത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയില്ല. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധിയിൽ കൂടുതൽ ചർച്ച വേണമെന്നുള്ള അഭിപ്രായം ഉയർന്നു. ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഡ്രൈ ഡേക്ക് മദ്യം നൽകുന്നതിലും കൂടുതൽ വ്യക്തത വേണമെന്നുള്ള അഭിപ്രായം ഉണ്ടായി. നേരത്തെ എക്സൈസ് വകുപ്പ് ഇതിന്റെ കരട് നയം പുറത്ത് ഇട്ടപ്പോൾ കാതലായിട്ടുള്ള മാറ്റങ്ങൾ മദ്യനയത്തിൽ ഉണ്ടാകും. അത് ഡ്രൈ ഡേ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ അടക്കമുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന്, KCBC അടക്കം ആ വിഷയത്തിലൊക്കെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡേ മാറ്റമുണ്ടാക്കാത്ത ഒരു മദ്യനയത്തിലേക്കായിരിക്കും കടക്കുക എന്നുള്ളൊരു സൂചനകൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു എന്നറിയുന്നു. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി സംബന്ധിച്ചുള്ള കാര്യത്തിലും വ്യക്തത വേണം കൂടുതൽ എന്നുള്ളൊരു വിവരമാണ് വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിൽ ഒരു വ്യക്തത ഉണ്ടാകും. എന്താണ് സംഭവിച്ചിരിക്കുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട്, എന്തുകൊണ്ടാണ് മദ്യനയം ഇന്ന് പരിഗണിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നത് എന്ന് നോക്കണം. ബാർ സമയം കൂട്ടലൊക്കെ ടൂറിസം മേഖലയ്ക്ക് മാത്രമാക്കിയുള്ള ഒരു നിർദ്ദേശമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉപതെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വിവാദം ഒഴിവാക്കാനായത് മന്ത്രിസഭ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. VV അരുണിലേക്ക്. അരുൺ, എന്ത് ഡ്രൈ ഡേ ഒഴിവാക്കപ്പെടുക അല്ലെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകാതിരിക്കുക, പക്ഷെ അപ്പോഴും പിന്നെയും കൂടുതൽ ചർച്ചകൾ വേണമെന്ന് പറയുന്നത് എന്തെല്ലാം നിർദ്ദേശങ്ങളിലാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടൂറിസം മേഖലയെ ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഒരു ഭിന്നാഭിപ്രായം അല്ലെങ്കിൽ സംശയമുണ്ടായത്. ടൂറിസം മേഖലയ്ക്ക് ഡ്രൈ ഡേ ഇളവ് നൽകുന്നത് സംബന്ധിച്ച് കരട് നയത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് ടൂറിസം മേഖലകളെ, ടൂറിസ്റ്റുകൾ നിരന്തരം വരുന്ന സ്ഥലങ്ങളെ, വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയൊക്കെ ഈ ഡ്രൈ ഡേയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഒരു കരട് നയത്തിലുണ്ടായിരുന്നു. ടൂറിസം മേഖലയിലെ ബാറുകൾക്ക് 1-ാം തീയതി മദ്യം വിളമ്പാം എന്നൊരു നിർദ്ദേശമാണ് ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക്, ടൂറിസം മേഖലകളിലെ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇളവ് നൽകാനായിരുന്നു നിർദ്ദേശം. ടൂറിസം കോൺഫറൻസ്, രാജ്യാന്തര സെമിനാർ എന്നിവയുണ്ടെങ്കിൽ മാത്രമേ മദ്യം വിളമ്പാൻ അനുമതി നൽകാവൂ എന്നും കരട് നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. ടൂറിസം പരിപാടികൾ ഉണ്ടെങ്കിൽ, ടൂറിസവുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകൾ ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേക തുക, ലൈസൻസ് ഫീസ് പോലെ കെട്ടിവെച്ച് മദ്യം വിളമ്പാനാണ് അനുമതി നൽകാൻ ഉദ്ദേശിച്ചത്. ഈ വ്യവസ്ഥയിൽ പുതിയ നിർദ്ദേശങ്ങൾ വന്നത്, നേരത്തെ തന്നെ ഇതുണ്ടായിരുന്നു, പ്രത്യേക ലൈസൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ പുതിയ ചില നിർദ്ദേശങ്ങൾ കൂടി പുതിയ നയത്തിൽ നിർദ്ദിഷ്ട അല്ലെങ്കിൽ കരട് നയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നയം മാറ്റിവെക്കാൻ കാരണമായത്. കള്ളുചെത്ത് സംബന്ധിച്ച വ്യവസ്ഥകൾ CPI ആണ് എതിർപ്പ് ഉന്നയിച്ചത്. കള്ള് ഷാപ്പുകൾ ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങളിൽ CPI മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാണ് വിശദമായ ചർച്ചകൾക്കായി മദ്യനയം വീണ്ടും മാറ്റിവെക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണമെന്ന ആവശ്യം മന്ത്രിമാർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. CPI മന്ത്രിമാർക്ക് പുറമെ മറ്റേത് മന്ത്രിമാരാണ് ഇതിൽ സംശയം പ്രകടിപ്പിച്ച കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ടൂറിസം മേഖലയിൽ പ്രത്യേക ലൈസൻസ് കഴിഞ്ഞ മദ്യനയം നിർദ്ദേശം നൽകിയിരുന്നു, അതിനുള്ള അനുമതി നൽകിയിരുന്നു. അതിൽ കുറച്ചുകൂടി രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ടൂറിസം മേഖലയിൽ കുറച്ചുകൂടി ഇളവുകൾക്ക് ഉള്ള ആലോചനയാണ് കരട് മദ്യനയത്തിൽ നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് മന്ത്രിമാർ. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ചർച്ചകൾ വേണം. വിശദ ചർച്ചകൾക്കായി പിന്നെ കരട് മാറ്റിവെക്കുകയായിരുന്നു. അരുൺ, ഇത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ ചില ഉരസലുകൾ ഉണ്ടായിരുന്നു. എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ വരുന്നതിൽ ഉള്ള അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുകൂടി അനുമാനിക്കണം. കൃത്യമായി എന്താണ് ടൂറിസം മേഖലകളിൽ ഈ ഡ്രൈ ഡേ ഇടപെടേണ്ട കാര്യത്തിലാണോ സംശയമുണ്ടായതെന്ന് ആണ് പ്രധാനമായും അറിയേണ്ടത്. ഏതായാലും അത്തരം ചില ചർച്ചകൾ മന്ത്രിസഭാ യോഗത്തിൽ നടന്നിട്ടുണ്ട്. സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മന്ത്രിമാർ. ഡ്രൈ ഡേ പൂർണ്ണമായി ഒഴിവാക്കുന്നത്, കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി കാര്യത്തിലുമൊക്കെ കുറച്ചുകൂടി വ്യക്തത വേണമെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. അല്പസമയം മുമ്പാണ് മന്ത്രിസഭാ യോഗം അവസാനിച്ചത്. ഈ എക്സൈസ് വകുപ്പിന്റെ നിർദ്ദേശം എക്സൈസ് വകുപ്പ് തയ്യാറാക്കി CPMലെ രാഷ്ട്രീയ അനുമതിയോടുകൂടി മന്ത്രിസഭാ യോഗത്തിൽ എത്തുകയായിരുന്നു മദ്യനയം, പുതിയ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എക്സൈസ് പോളിസി. പക്ഷെ അതിൽ മറ്റു വകുപ്പുകളിലെ മന്ത്രിമാർക്കാണ്, മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിമാർക്കാണ് സ്വാഭാവിക സംശയങ്ങൾ ഉണ്ടായത്. അതെന്തുകൊണ്ട് അവർ അത്ര സംശയം ഉന്നയിച്ചെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ രൂപത്തിൽ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് എക്സൈസ് മന്ത്രി സമർപ്പിച്ച രൂപത്തിൽ മദ്യനയം നടപ്പാക്കാൻ കഴിയില്ല, അതിൽ അപ്രായോഗികതയുണ്ടെന്ന ഒരു സൂചനകളാണ് മന്ത്രിമാർ നൽകിയത്, സംശയങ്ങളാണ് അവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് മദ്യനയം വിശദ ചർച്ചകൾക്കായി മാറ്റിവെച്ചത്.
കൂടുതൽ ചർച്ചകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു മദ്യനയം എന്നുള്ളതാണ്. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി സംബന്ധിച്ച്, ഡ്രൈ ഡേ സംബന്ധിച്ചൊക്കെ കൂടുതൽ വ്യക്തതകൾ ഉണ്ടാകണം, അതിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭായോഗം മദ്യനയത്തിന് അംഗീകാരം നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. വി അരുണാണ് വിവരങ്ങൾ. തൃശൂർ പീച്ചി താമര വെള്ളച്ചാലിൽ കാട്ടാന 60-കാരനെ ചവിട്ടിക്കൊന്നു. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനത്തിലാണ് മൃതദേഹം കണ്ടത്. ഡാനി പോൾ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് പുറത്തേക്ക് വരുന്നത്? കാട്ടാന ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ പീച്ചിയിൽ ആദിവാസിയായിട്ടുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വനത്തിന് ഉള്ളിലാണ് മൃതദേഹം കണ്ടത്. ആക്രമണം ഉണ്ടായതും വനത്തിനകത്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദിവാസിയായ താമരവെള്ളച്ചാലിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡാനി, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്ത് വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ? അപർണ, ഇതിൽ ഇപ്പോൾ വനം വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കാരണം വനം വകുപ്പിന് ഇന്നാണ് വിവരം ലഭിക്കുന്നത്. പുലർച്ചെയാണ് സംഭവം ഉണ്ടായതെന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഒരു അനുമാനമുള്ളത്. വനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആളുകൾ 2 പേരാണ് ഇതിൽ ആനയുടെ മുന്നിൽപ്പെട്ടത്, കാട്ടാനയുടെ മുന്നിൽപ്പെടുകയും ചെയ്തത്. ഇതിൽ താമരവെള്ളച്ചാൽ സ്വദേശിയായ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് പ്രഭാകരനുമാണ് ഇവിടേക്ക് പോയത്. 60 വയസ്സുള്ള പ്രഭാകരന് മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രഭാകരനാണ് മരണമടഞ്ഞത്. ഇതിൽ ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നത് അത് നേരത്തെയും ഉണ്ടായിരുന്നൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ മേഖലയിൽ കാട്ടാനയുടെ ഒരു ശല്യമുണ്ട് എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിരുന്ന കാട്ടാന ആക്രമണത്തിൽ നിന്ന് പലരും തന്നെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുകയും ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഈ മരണവിവരം പുറത്തു വരുന്നത് തന്നെ വളരെ വൈകിയാണ് ഈ മരണവിവരം പുറത്തു വരുന്നത്. പീച്ചി ഡാമിന്റെ റിസർവോയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. പുന്നക്കായ പെറുക്കാൻ വേണ്ടിയാണ് ഇവർ വനത്തിലേക്ക് പോകുന്നത്. അവർ അങ്ങനെ ശേഖരിച്ച് അതിൽ നിന്നാണ് ഉപജീവനമടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പോയിട്ടും ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രഭാകരൻ, 60 വയസ്സുള്ള പ്രഭാകരൻ ആന ചവിട്ടിക്കൊന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പീച്ചി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന ഉൾവനത്തിലാണ് ഈ സംഭവം നടന്നിരുന്നത്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഇതെന്നാണ് പറയുന്നത്. മൃതദേഹം ഇതുവരെയും പുറത്തെത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പീച്ചി പോലീസ് സംഘവും അവിടേക്ക് കാട്ടിനകത്തേക്ക് തിരിച്ചിട്ടേ ഉള്ളൂ. ഇനി മൃതദേഹം പുറത്തെത്തിക്കേണ്ട നടപടികളടക്കം പൂർത്തിയാക്കാനുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് ഈ കാട്ടാനയുടെ ശല്യം ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായിട്ട് തുടരുകയാണ്. അതിൽ ഒടുവിലത്തെ ഇരയാകുകയാണ് ഇപ്പോൾ പ്രഭാകരൻ എന്നൊരാൾ കൂടി. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും കാര്യങ്ങളും തന്നെ അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ പീച്ചി പോലീസ് മൃതദേഹം ഉള്ള ഈ കാടിലെ അകത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രവൃത്തികൾ തുടങ്ങുന്നത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങളും അതിനോടനുബന്ധിച്ച് മാത്രം അറിയാൻ കഴിയൂ. പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുമുണ്ട്. അപർണ, ഡാനി പോളാണ് വിവരങ്ങൾ.